മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നു പുനഃസംഘടിപ്പിച്ച ഹജ്ജ് കമ്മിറ്റിയുടെ ആദ്യ യോഗം. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് കമ്മിറ്റി കാര്യക്ഷമമായി പ്രവർത്തിച്ചുവെന്ന് വിലയിരുത്തിയ യോഗം കോട്ടുമല ബാപ്പു മുസ്ലിയാരെ വീണ്ടും ചെയർമാനായി തെരഞ്ഞെടുത്തു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് ഹജ്ജ് കമ്മിറ്റിയിലുള്ളത്. അവരൊക്കെ വളരെ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ഹജ്ജ് സംബന്ധിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തുകയും കഴിഞ്ഞ വർഷങ്ങളിൽ ഒരാക്ഷേപത്തിനും ഇട നൽകാത്ത വിധം കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. ഹജ്ജുമായി ബന്ധപ്പെട്ട യാത്രാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി അറിയിച്ചു. കരിപ്പൂർ വിമാനത്താവളത്തിൽ റൺവേ നവീകരണം നടക്കുന്നതിനാൽ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഹജ്ജ് വിമാനങ്ങൾ പുറപ്പെടുക. സംസ്ഥാനത്തു നിന്ന് 6032 പേരാണ് സർക്കാർ ക്വാട്ടയിൽ ഹജ്ജിനുള്ളത്. ലക്ഷദ്വീപിൽ നിന്നുള്ള 298 പേരും മാഹിയിൽ നിന്നുള്ള 48 പേരും നെടുമ്പാശ്ശേരിയിൽ നിന്നും പുറപ്പെടും. ആദ്യ ഹജ്ജ് സംഘം അടുത്ത മാസം 2-നും അവസാന സംഘം 17-നുമാണ് പുറപ്പെടുക. ഈ മാസം 30 മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ഹജ്ജ് ക്യാമ്പ് നടക്കുന്നത്. ET മുഹമ്മദ് ബഷീർ MP, CP മുഹമ്മദ് MLA, മലപ്പുറം ജില്ലാ കളക്ടർ T ഭാസ്കരൻ, കേരള വഖഫ് ബോർഡ് ചെയർമാൻ റഷീദ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും വിവിധ സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. മീഡിയ 1 കോഴിക്കോട്.